ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ലോകത്തിൻ്റെ നെറുകയിൽ അതിൻ്റെ രണ്ടാം പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ PSC മറ്റേ ഈ വരുന്ന LGS-VFA പ്രിലിംസ്, ബെവ്കോ LDC വരുന്ന 2027 വരുന്ന LDC അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, കമൻറ്റും ചെയ്യാം. എന്താണ് പോരായ്മ എന്നും പറയാം. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും പറയാവേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗാഡ്വാൾ ഹിമാലയവും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയവുമാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയരമേറിയ കൊടുമുടികൾ നന്ദാദേവി, ക്യാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഹിമാനികളാണ് ഗംഗോത്രിയും യമുനോത്രിയും. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് നൈനിതാലും ഭീംതാലും. എന്തൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് നൈനിതാലും ഭീംതാലും. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗാഡ്ഗാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, ക്യാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ എന്നീ 2 ശുദ്ധജല തടാകങ്ങളും കാണപ്പെടുന്നു. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. എന്താണ്? ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരങ്ങളാണ് ദൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദേരാദൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഇതിൽ പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനിടയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. അപ്പം ശൈത്യകാലത്ത് മഞ്ഞിനിടയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ് ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. അപ്പം ബുഗ്യാലും മാട്ടിടയന്മാരും ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ വൃക്ഷരേഖയ്ക്കും ഹിമാലയ രേഖയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗാഡ്വാൾ മേഖലയിൽ അറിയപ്പെടുന്നതാണ് ബുഗ്യാൽ. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച പുൽമേടുകളായി മാറുന്നു. മഞ്ഞുരുകുമ്പോൾ താഴ്വാരങ്ങളിൽ നിന്നും മാട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽ കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലികം പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനം ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. അടുത്തതാണ് മധ്യ ഹിമാലയം. കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. മധ്യ ഹിമാലയ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മധ്യ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നതിന് കാരണം എന്നാ?
ഭൂരിഭാഗവും നേപ്പാളിലായതുകൊണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കുതിച്ചൊഴുകുന്ന ടീസ്ത നദിയും അതിന്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതയാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങളിൽ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അടുത്തതാണ് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. പടിഞ്ഞാറൻ ഹിമാലയം ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം. അതിന് ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്ന ഹിമാലയമാണ് കിഴക്കൻ ഹിമാലയം. കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആസാം ഹിമാലയം. കിഴക്കൻ ഹിമാലയ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചം ബർബ, 7756 മീറ്റർ. കിഴക്കൻ ഹിമാലയ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംചം ബർബ, 7756 മീറ്റർ. കിഴക്കൻ ഹിമാലയ മേഖലയിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബർസിരി. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുമർസിരി. കിഴക്കൻ ഹിമാലയ മേഖലയിലെ പ്രധാനങ്ങളാണ് ബോംഡില, ലിഫു. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോംഡില. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ദിഫു. അടുത്തതാണ് പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വാരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെയുള്ള ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. പട്കായുവും നാഗ കുന്നുകളും, മീസോ കുന്നുകളും, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിറാം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പൂർവ കുന്നുകൾ എന്താണ്? ബ്രഹ്മപുത്ര താഴ്വാരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതവും വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് അറിയപ്പെടുന്നതാണ് പൂർവാചൽ കുന്നുകൾ. പൂർവാചൽ കുന്നുകളുടെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ. പ്രധാനപ്പെട്ട പൂർവാചൽ കുന്നുകളാണ് പട്കായിബും, നാഗ കുന്നുകളും, മീസോ കുന്നുകളും, മണിപ്പൂർ കുന്നുകളും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിറാപുഞ്ചിയും മൗസിറും. ചിറാപുഞ്ചി, മൗസിറം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പൂർവാചൽ കുന്നുകളിലാണ്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾ കാണപ്പെടുന്നത് പൂർവാചൽ കുന്നുകളിലാണ്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ, റൂട്ട് ബ്രിഡ്ജ് ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾ കാണപ്പെടുന്നത് പൂർവാചൽ കുന്നുകളിലാണ്. പ്രകൃതിയോട് ഇണങ്ങിയ പൂർവാചൽ കുന്നുകളിലെ മനുഷ്യ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് വേരുകൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങൾ. ആ ചിത്രമാണ് മേഘാലയയിലെ വേരുകൊണ്ടുള്ള പാലമാണ് ചിത്രം 1.18 കൊടുത്തിരിക്കുന്നത്. അടുത്തത് കേബിൾ ലാഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് തക്കിലാണ് കേബിൾ ലാഞ്ചാവോ ദേശീയോദ്യാനം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക് തക്കില്, മണിപ്പൂരില് കേബിൾ ലാഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്നത് ആവാസ വ്യവസ്ഥയെ ലോക് തടാകത്തിലെ പുംഡികൾ ചേർന്നാണ് കേബിൾ ലാംജാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത്. അടുത്തത് കാലാവസ്ഥ. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം, ക്ലൈമറ്റ് ഡിവൈഡ് തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരികളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ആസാം ഹിമാലയത്തിലും പൂർവാഞ്ചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അടുത്തത് നദീവ്യവസ്ഥ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്ന് സൃഷ്ടിക്കുന്ന നീരൊഴുക്ക് വ്യൂഹമാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം, ഡ്രെയിനേജ് സിസ്റ്റം. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതും വർഷം മുഴുവൻ നീരൊഴുക്കുള്ളതുമായ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കുള്ള നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ പർവ്വത ഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളാണ് രൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവ. സിന്ധു നദി 2880 കിലോമീറ്റർ നീളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഇന്ത്യയിലൂടെ 750 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മാത്രം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാലയനിൽ ഉത്ഭവിക്കുന്ന ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ. ഗംഗാനദി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ചെമയോങ് തൂങ് ഹിമാനിയിൽ നിന്നുത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി ബ്രഹ്മപുത്ര, നീളം 2900 കിലോമീറ്റർ. വെള്ളച്ചാട്ടം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപഥത്തിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതിനാൽ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നു. രൂപ താഴ്വര. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചെരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ രൂപ താഴ്വര എന്നറിയപ്പെടുന്നു. അടുത്തത് ഹിമാലയൻ നദികളുടെ ഇതാണ്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധുവിന്റെ ഉത്ഭവസ്ഥാനം മാനസരോവർ തടാകത്ത് നിന്ന്, ബോബർചു ഹിമാനിയിൽ നിന്ന്. പ്രധാന പോഷക നദികള് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. നദീവ്യൂഹം ഉൾപ്പെടുന്ന പ്രദേശം വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനസരോവർ തടാകത്തിനടുത്ത് ബോർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നും ഉത്ഭവസ്ഥാനം. യമുന, ഗാഗ്ര, കണ്ടക്, കോസി ഇവയാണ് പോഷക നദികള്. ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയമാണ് നദീവ്യൂഹം ഉൾപ്പെടുന്നത്. അടുത്തത് ബ്രഹ്മപുത്ര. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയോങ് തുങ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികൾ ദിബാംഗ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. ഇത്രയാണ്. അപ്പം സിന്ധുവിന്റെ ഇതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാത്തത്. അത് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മണ്ണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് പർവ്വതമണ്ണ്, വനമണ്ണ്. പർവ്വത പരിസ്ഥിതിക്ക് അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. താഴ്വാരങ്ങളിൽ നേർത്ത തരിയോടു കൂടിയതും ജൈവാംശം കൂടുതലുമുള്ള മണ്ണ് കാണപ്പെടുന്നു. ഉയർന്ന ചെരുവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വാരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഇതിൽ
കാശ്മീർ താഴ്വാരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. കാശ്മീർ താഴ്വാരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണ്, കുങ്കുമക്കു കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരേവാസ് മണ്ണ്. അടുത്തത് സസ്യജാലങ്ങൾ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നദികളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിനും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. താഴ്വാരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് ജുനിപ്പെർ, റോഡോഡെൻഡ്രോൺ. ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് ആൽപ്പൻ പുൽമേടുകൾ. അടുത്തതാണ് വന്യജീവി സമ്പത്ത്. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന ജീവിവർഗങ്ങൾ യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കമ്പൻ, കാണ്ടാമൃഗം, ഹിമപ്പുലി. ഹിമാലയ പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന ജീവിവർഗങ്ങൾ യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കമ്പൽ, കാണ്ടാമൃഗം, ഹിമപ്പുലി. വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണം ലക്ഷ്യം വെക്കുന്ന സ്ഥാപനങ്ങൾ ജൈവമണ്ഡല റിസർവുകൾ, ബയോസ്ഫിയർ റിസർവ്, ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി. പ്രധാന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, ടച്ചിങ് ഗ്രാം ജമ്മു കാശ്മീരിലെ, ഹെമിസിൽ ലഡാക്കില്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡില്, കോർബറ്റ് ഉത്തരാഖണ്ഡില്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡില്. കിഴക്കൻ ഹിമാലയത്തില് കാഞ്ചൻഗംഗ സിക്കിമില്, ദിംബ്രു സെയ്ഖോവ ആസാമില്, കാസിരംഗ ആസാമില്, മാനസ് ആസാമില്, കെയ്ബുൾ ലംജാവോ മണിപ്പൂരില്. അടുത്തത് കൃഷിയാണ്. കൃഷി ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചെരിവ്, പാകമാകാത്ത മണ്ണ്, ഇമ്മേച്വർ സോയിൽ, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. പർവ്വത ചെരിവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരിവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് ആസാം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിക്കാണ് കൂടുതലായി ഉള്ളത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നതാണ്. അടുത്തത് മൃഗപരിപാലനം. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹിമാലയത്തിന്റെ ആപ്പിൾ തോട്ടവും തട്ടുകൃഷിയുടെ ഒക്കെ ആട്ടോ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമത്തിനനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. അടുത്തത് ടൂറിസം.
വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗുജ്ജർ ജനവിഭാഗത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയും. ടൂറിസം. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യമായിട്ടുള്ള ഒരു വരുമാനദായക മേഖലയായി മാറിയിട്ടുണ്ട്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിൽ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെയാണ് ടൂറിസം വികസനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29 ഷെർപ്പ ടെൻഡിങ് നോർഗെയും എൻഡമൻ ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കിഴക്കിയിടുന്നതിന് കൂടിയാണ് ടൂറിസം വികസനത്തിന് മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഇന്ന് പർവ്വതാരോഹണം, പാരാ ഗൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏകദേശം വികസിച്ചിട്ടുണ്ട്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറംലോകത്തിലേക്കുള്ള കവാടങ്ങളാണെന്ന് പറയുന്നത് ടെൻഡിങ് നോർഗെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. ഇത്രയാണ് നമ്മുടെ 9-ാം ക്ലാസ്സിലെ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന രണ്ടാം ഭാഗത്തിലെ ചാപ്റ്റർ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇതിന്റെ ഒരു പാർട്ട് കൂടി ഉണ്ട് കേട്ടോ. ആ പാർട്ട് അതും 2 വീഡിയോ കാണുന്ന ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അപ്പം ഒറ്റ ലൈനിൽ വരുന്ന ഏകദേശം ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് അതും കൂടി കണ്ടു നോക്കാം. നമുക്ക് PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പൊ താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.